ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ഹോം. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊജക്റ്റിനുള്ള ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് ഞാൻ കുറച്ച് മുന്നേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ താഴത്ത് കുറച്ച് കമൻറ്റ്സ് വന്നിരുന്നു, അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുട്ടികൾ തന്നെ സ്റ്റോറി ബുക്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടം പോലെ ആനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ കിട്ടും. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ സ്റ്റോറി ബുക്സിൽ നിന്നാണ് ആനിമൽസിനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം കേട്ടോ. ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് വലിയൊരു ചാർട്ട് പേപ്പറിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു A4 ഷീറ്റിലാണ് ഔട്ട്ലൈനിന് വരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ക്രയോൺസും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ആദ്യം നമുക്ക് ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ട് ലീഫൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്ലൈനും കൂടെ ഒന്ന് കൊടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ നമുക്ക് ഇതേപോലെ ഡാർക്ക് ഗ്രീൻ കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ചെയ്ത ഷോർട്സ് വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചർ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആനിമൽസിനെയും അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം വീഡിയോ പോസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഈ ഒരു ആനിമൽസിനെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ള് മൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റിംഗ് ആപ്പിൽ ഇട്ടതിന് ശേഷം കുറച്ച് സ്പീഡ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പിക്ചറിൽ കൂടെ ആ ഒരു ആനിമൽസ് മൂവ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ആനിമൽസിനെ ഗം ഉപയോഗിച്ചിട്ട് ആ ഒരു പിക്ചറിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.